ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പോൾ നമ്മൾ വീണ്ടും കേരളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. കേരള ചരിത്രം അതുപോലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. നമുക്കറിയാം, മാർത്താണ്ഡവർമ്മയും അതുപോലെ ഡച്ചുകാരും തമ്മിൽ നടന്നതാണ് എന്തെന്ന് പറയുന്നത്, കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. അത് നടന്നത് എപ്പോഴാണ്? 1741-ലാണ്. 1741-ലാണ്. 1663 പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തിയ വിദേശികൾ ആരാണ്? നമുക്കറിയാം, പോർച്ചുഗീസുകാരാണ് ആദ്യം വന്നത് അല്ലേ. അപ്പോൾ കേരളത്തിൽ നിന്ന് അവരെ തുരത്തിയ വിദേശികളാണ് ഡച്ചുകാർ എന്ന് പറയുന്നത്. കോഴിക്കോട് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ ആരായിരുന്നു? കുഞ്ഞാലി മരക്കാർമാരായിരുന്നു. നമുക്കറിയാം, കുഞ്ഞാലി 1, 2, 3, 4 പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുഞ്ഞാലി മരക്കാർമാരായിരുന്നു കോഴിക്കോട് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ. ഇനി കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം ഏത് കോട്ടയായിരുന്നു? മരക്കാർ കോട്ടയാണ്. വടകരക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയാണ് കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം. പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിലായിരുന്ന ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചതാരാണ്? കുഞ്ഞാലി മൂന്നാമനാണ് സാമൂതിരിയെ പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിലായിരുന്ന ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സഹായിച്ചത്. ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോയ 150ഓളം വരുന്ന ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ച സംഭവം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആറ്റിങ്ങൽ കലാപം എന്നാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഏത്? ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721-ലാണ്. 5 തെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം ഇംഗ്ലീഷുകാർക്ക് നൽകിയ ആറ്റിങ്ങൽ റാണി ആരാണ്? ഉമയമ്മ റാണിയാണ്. 5 തെങ്ങിൽ ഇംഗ്ലീഷ് കോട്ടയുടെ പണി പൂർത്തിയാക്കിയ വർഷം ഏതാണ്? 1695-ആണ്. ഇനി കർണാട്ടിക് യുദ്ധങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് അല്ലേ. ആ കർണാട്ടിക് യുദ്ധങ്ങൾ ഏതൊക്കെ യൂറോപ്യൻ ശക്തികൾ തമ്മിലാണ് നടന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി കർണാട്ടിക് യുദ്ധത്തിൽ വിജയിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു. അപ്പോൾ കർണാട്ടിക് യുദ്ധത്തിൽ വിജയിച്ചതോടെ ദക്ഷിണേന്ത്യയുടെ വ്യാപാര കുത്തക നിയന്ത്രണത്തിലാക്കിയ യൂറോപ്യൻ ശക്തി ഏതായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു. ഇംഗ്ലീഷുകാരുടെ കേരളത്തിലെ ആദ്യത്തെ പണ്ടികശാല ആരംഭിച്ചത് എവിടെയാണ്? വിഴിഞ്ഞത്താണ്. തലശ്ശേരിയിൽ 5 തെങ്ങിലാണ് എന്താരംഭിച്ചത്? ആദ്യത്തെ പണ്ടികശാല ആരംഭിച്ചത്. മൈസൂർ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധി ഏതാണ്? ശ്രീരംഗപട്ടണം സന്ധിയാണ്. അത് ഒപ്പുവെച്ചത് 1792-ലാണ്. ഒന്നാമത്തെ പഴശ്ശി വിപ്ലവം ഏത് കാലയളവിലായിരുന്നു? 1793 മുതൽ 1797 വരെയായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ പഴശ്ശി വിപ്ലവം നടന്ന കാലയളവ് 1800 മുതൽ 1805 വരെയാണ്. 1805 നവംബർ 30-നാണ് ആര് കൊല്ലപ്പെട്ടത്? പഴശ്ശിരാജ കൊല്ലപ്പെട്ടത്. അപ്പോൾ 1793 മുതൽ 1805 വരെയായിരുന്നു എന്ത് നടന്നിട്ടുണ്ടായിരുന്നത്? പഴശ്ശി വിപ്ലവം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവം 93 മുതൽ 97 വരെയും രണ്ടാമത്തെ പഴശ്ശി വിപ്ലവം 800 മുതൽ 805 വരെയുമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി പഴശ്ശിരാജയുടെ പ്രധാന അനുയായി ആരായിരുന്നു? കുറിച്യ നേതാവായിരുന്ന തലക്കൽ ചന്തു ആയിരുന്നു. പഴശ്ശിരാജ കൊല്ലപ്പെട്ടത് 1805 നവംബർ 30-നാണ്. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. ഇനി കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? 1809 ജനുവരി 11-നാണ്. വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തത് എവിടെയാണ്? മണ്ണടിയിലെ ക്ഷേത്രത്തിലാണ് വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തത്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൊച്ചി ദിവാൻ ആരാണ്? പാലിയത്തച്ഛനാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൊച്ചി ദിവാൻ. ഇനി പാലിയത്തച്ഛനെ എവിടേക്കാണ് നാട് കടത്തിയത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ നാട് കടത്തിയത് മദ്രാസിലേക്കായിരുന്നു. ഇനി മാപ്പിള കലാപങ്ങൾ കുറേ നടന്നിട്ടുണ്ട് അല്ലേ. ആ മാപ്പിള കലാപങ്ങൾ പ്രധാനമായിട്ടും അരങ്ങേറിയ താലൂക്കുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏറനാട്, വള്ളുവനാട് താലൂക്കുകളാണ്. തുടർച്ചയായ കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയോഗിച്ച കമ്മീഷൻ ഏതാണ്? വില്യം ലോഗൻ കമ്മീഷനാണ്. ഇനി തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് ആരംഭം കുറിച്ച സംഭവമായി കരുതപ്പെടുന്നത് ഏതാണ്?
1891 മലയാളി മെമ്മോറിയലാണ് അങ്ങനെ കരുതപ്പെടുന്നത്. എത്ര പേർ ഒപ്പിട്ട നിവേദനമായിരുന്നു മലയാളി മെമ്മോറിയൽ? 10,038 പേരായിരുന്നു അതിൽ ഒപ്പിട്ടത്. ആദ്യം ഒപ്പുവെച്ചത് KP ശങ്കരമേനോനാണ്. ഇനി ഈഴവ മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിക്കപ്പെട്ടത് 1896 സെപ്റ്റംബർ 3-നാണ്. അപ്പോൾ തിരുവിതാംകൂർ രാജാവിനാണ് ആദ്യത്തെ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കഴ്സൺ പ്രഭുവിനാണ്. അത് 1900-ലാണ്. അപ്പോൾ മലയാളി മെമ്മോറിയൽ 1891, ഈഴവ മെമ്മോറിയൽ ആദ്യത്തേത് 1896, രണ്ടാമത്തേത് 1900-ലാണ്. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ടു തിരുവിതാംകൂറിൽ ക്രിസ്ത്യൻ, ഈഴവ, മുസ്ലിം സമുദായക്കാർ സംയുക്തമായി ആരംഭിച്ച പ്രക്ഷോഭം ഏതാണ്? നിവർത്തന പ്രക്ഷോഭമാണ്. 1932-ലാണ് നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചത്. തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷണറെ നിയമിക്കാൻ കാരണമായി തീർന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഇനി കൊച്ചിയിലെ ഉത്തരവാദ ഭരണത്തിനായുള്ള സമരങ്ങളുടെ തുടക്കമായി അവതരിപ്പിക്കപ്പെടുന്ന സമരം ഏതാണ്? അത് ഇലക്ട്രിസിറ്റി സമരമാണ്. അത് നടന്നത് എവിടെയാണ്? തൃശ്ശൂരിലാണ് അത് നടന്നിട്ടുണ്ടായിരുന്നത്. കൊച്ചിയിൽ പുലയ മഹാസഭ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 1913 മെയ് 25-ന് എറണാകുളം സെൻറ്റ് ആൽബർട്ട് ഹൈസ്കൂളിൽ വെച്ചിട്ടാണ് കൊച്ചി പുലയ മഹാജനസഭ ഉദ്ഘാടനം ചെയ്തത്. പ്രസിഡന്റ് കൃഷ്ണാദി ആശാനും സെക്രട്ടറി PC ചാഞ്ചനുമായിരുന്നു. ഇത് വന്നിട്ട് സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും അനാചാരങ്ങൾ അകറ്റുന്നതിനും സാമ്പത്തിക പുരോഗതിക്കും ഊന്നൽ നൽകുകയാണ് ഉണ്ടായത്. ഏത്? പുലയ മഹാസഭ, കൊച്ചി പുലയ മഹാസഭ. ഇനി സഹോദര സംഘം 1917 മെയ് 29-ന് കൊച്ചിയിലെ ചേറായിൽ K. അയ്യപ്പൻ പുലയരോടൊപ്പം ഇരുന്ന് മിശ്രഭോജനം നടത്തിക്കൊണ്ട് സഹോദര സംഘം രൂപവൽക്കരിച്ചു. ഇത് നമ്മുടെ SCERT ബുക്കിൽ 2-3 തവണ പറയുന്ന ചാപ്റ്ററാണ്. സഹോദര സംഘം, അതുപോലെ തന്നെ സഹോദരൻ, അയ്യപ്പൻ, അതുപോലെ 1917 മെയ് 29 എന്നുള്ളത് മറക്കരുത്. നാരായണ ഗുരുസ്വാമിയുടെ ആദിപ്രധാനമായ ഒരു സന്ദേശം നാട്ടുകാരെ അറിയിക്കാൻ എന്ന അറിയിപ്പോടെ ചേർന്ന യോഗാനന്തരമാണ് ചേറായിലുള്ള മൂത്ത സഹോദരിയുടെ വീട്ടിൽ വെച്ച് അയ്യപ്പൻ മിശ്രഭോജനം പരിപാടി നടത്തിയത്. ഇതിൽ 200 പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സഹോദര സംഘത്തിൻ്റെ മുഖപത്രമായി K. അയ്യപ്പൻ പത്രാധിപത്യത്തിൽ സഹോദരൻ മാസിക ആരംഭിക്കുകയാണ് പിന്നീടുണ്ടായത്. ഇത് 1918-ലാണ് പ്രസിദ്ധീകരണം തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. ഇതിൻ്റെ പ്രസിദ്ധീകരണം 1918-ന് ഇതിൻ്റെ പ്രസിദ്ധീകരണം തിരുവനന്തപുരത്തേക്ക് മാറ്റുകയുണ്ടായി. പിന്നീട് 1920-ൽ വാരികയായിട്ട് എറണാകുളത്തേക്ക് മാറ്റി 1956-ൽ ഈ പ്രസിദ്ധീകരണം നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. അടുത്തതാണ് പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹം കേരളത്തിൽ ഐക്യത്തിനെതിരായുള്ള സമരം സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം തുടരേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലിയം സത്യാഗ്രഹം ഈ പശ്ചാത്തലത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് എന്തെന്ന് പറയുന്നത്? പാലിയം സത്യാഗ്രഹം. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷവും തുടരേണ്ടി വന്നിട്ടുണ്ട് എന്ത്? ഈ ഐക്യത്തിനെതിരായിട്ടുള്ള സമരം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എടുത്തു പറയുന്ന ഒന്നാണ് പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത്. 1947 ഡിസംബർ മുതൽ 1948 മാർച്ച് വരെയുള്ള സമയമാണ് പാലിയം സത്യാഗ്രഹം അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ ചേതമംഗലത്ത് പാലിയത്തച്ഛൻ്റെ വീടിന് മുമ്പിലുള്ള പൊതുനിരത്തിൽ കൂടി നടക്കാനുള്ള സ്വാതന്ത്ര്യം അവർണർക്കും അഹിന്ദുക്കൾക്കും നിഷേധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും സാമുദായിക സംഘടനകളും ചേർന്ന് നടത്തിയ സമരമാണ് എന്തെന്ന് പറയുന്നത്? പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അടുത്തത് കുട്ടംകുളം സമരം. പിന്നെ ഈ പാലിയം സത്യാഗ്രഹത്തിൽ 1948 ഏപ്രിലിൽ കൊച്ചി ക്ഷേത്രപ്രവേശനം അനുവദിച്ചതിനെ തുടർന്നിട്ട് പാലിയം റോഡിലൂടെ സഞ്ചരിക്കാൻ അഹിന്ദുക്കൾക്കും അവർണർക്കും സ്വാതന്ത്ര്യം ലഭിക്കുകയുണ്ടായി. ഇനി കൊച്ചിയിൽ കുട്ടംകുളം സമരം. കൊച്ചിയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും ജാതിവിരുദ്ധ ചിന്തയ്ക്കും പ്രചരണത്തിനുമായി നടത്തപ്പെട്ട ഒരു സമരമായിരുന്നു കുട്ടംകുളം സമരം എന്ന് പറയുന്നത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തുള്ള റോഡ് അവർണർക്കും യാത്രക്കായി തുറന്നു കിട്ടുക എന്നതായിരുന്നു ഏതിൻ്റെ ആവശ്യം? ഈ കുട്ടംകുളം സമരത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്. ഈ സമരം നയിച്ചത് PK ചാത്തൻ, അതുപോലെ MK കാട്ടുപറമ്പിൽ, പുത്തൂർ അച്യുതമേനോൻ, ഗംഗാധരൻ, KV ഉണ്ണി എന്നിവരായിരുന്നു കുട്ടംകുളം സമരം നയിച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ നമ്മൾ മലയാളി മെമ്മോറിയൽ പറഞ്ഞു 1891 എന്ത് മലയാളി മെമ്മോറിയൽ അരങ്ങേറിയത് എന്ന് പറഞ്ഞു. ബാരിസ്റ്റർ GP പിള്ളയായിരുന്നു മലയാളി മെമ്മോറിയലിൻ്റെ പ്രമുഖ നേതാവ്. അതുപോലെ തന്നെ സഹപാഠികളായ N രാമൻപിള്ളയും R രംഗറാവുവും സജീവമായിട്ട് എന്തിലുണ്ടായിരുന്നു, മലയാളി മെമ്മോറിയലിൻ്റെ പ്രക്ഷോഭങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നു. ഇത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിക്കപ്പെട്ടത് 1891 ജനുവരി 11 1891 ജനുവരി 11 KP ശങ്കരമേനോൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രതിനിധി സംഘം മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ചു. ഇംഗ്ലീഷിലും മലയാളത്തിലും തയ്യാറാക്കി അച്ചടിച്ച മലയാളി മെമ്മോറിയൽ എന്ന ഭീമ ഹർജിയിൽ നാനാജാതി മതസ്ഥരായ 10,038 പേർ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. KP ശങ്കരമേനോനോടൊപ്പം KP പത്മനാഭ മേനോൻ, GP പിള്ള, സിറിയക് നിധീരി, MK പത്മനാഭ പിള്ള, ശിവൻ പിള്ള എന്നിവരും ഉണ്ടായിരുന്നു. ഈ ഹർജി തയ്യാറാക്കിയത് ബാരിസ്റ്റർ GP പിള്ളയും KP ശങ്കരമേനോനും ചേർന്നിട്ടായിരുന്നു. ഈ മലയാളി മെമ്മോറിയൽ പ്രക്ഷോഭത്തിൻ്റെ മുദ്രാവാക്യമായ തിരുവിതാംകൂറുകാർക്ക് എന്നതിൻ്റെ ഉപജ്ഞാതാവ് ബാരിസ്റ്റർ GP പിള്ളയാണ്. അതുപോലെ ഈ പ്രക്ഷോഭത്തിൽ GP പിള്ള പുറത്തിറക്കിയ ലഘുലേഖയുടെ പേരും എന്തുതന്നെയായിരുന്നു, തിരുവിതാംകൂറുകാർക്ക് എന്നാണ്. അപ്പോൾ ബാരിസ്റ്റർ GP പിള്ളയെക്കുറിച്ച് പറയുകയാണെന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിലെ വന്ധ്യവയോധികൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണ്. അതുപോലെ ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ഇദ്ദേഹം തന്നെയാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ കോൺഗ്രസ്സുകാരൻ, കോൺഗ്രസ്സിൽ അംഗമെടുത്ത ആദ്യ മലയാളി എന്നെല്ലാം ചോദിച്ചു പറഞ്ഞത് ബാരിസ്റ്റർ GP പിള്ളയായിരുന്നു. ഇനി ഈഴവ മെമ്മോറിയൽ നമ്മൾ പറഞ്ഞു, മലയാളി മെമ്മോറിയലിന് ശേഷമാണ് എന്ത് വന്നിട്ടുണ്ടായിരുന്നത്, ഈഴവ മെമ്മോറിയൽ വന്നിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു അല്ലേ. തിരുവിതാംകൂറിൽ ഈഴവർക്കും മറ്റു പിന്നാക്ക സമുദായക്കാർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ സർവീസുകളിലും സംവരണം നിഷേധിക്കപ്പെട്ടതിനെതിരെ ആഞ്ഞടിച്ച പ്രക്ഷോഭമാണ് എന്ത്, ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത്. 1896 സെപ്റ്റംബർ 3 13,176 പേർ ഒപ്പിട്ട ഒന്നാം ഈഴവ മെമ്മോറിയൽ ആർക്ക് സമർപ്പിക്കപ്പെട്ടത്, ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിക്കപ്പെട്ടത്. അപ്പോൾ മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിന് തന്നെയാണ്. 1891 മലയാളി മെമ്മോറിയലും 1896 ഈഴവ മെമ്മോറിയലുമാണ് സമർപ്പിക്കപ്പെട്ടത്. അപ്പോൾ ഈ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്, ഡോക്ടർ പൽപ്പുവാണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. ബാരിസ്റ്റർ GP പിള്ളയും C കൃഷ്ണപിള്ളയും ഒപ്പുശേഖരണത്തിൽ ഡോക്ടർ പൽപ്പുവിനെ സഹായിച്ചു. അപ്പോൾ മലയാളി മെമ്മോറിയലിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ബാരിസ്റ്റർ GP പിള്ള. അദ്ദേഹവും എന്തിനു സഹായിച്ചിട്ടുണ്ട്, ഈഴവ മെമ്മോറിയലിൽ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് അവർക്ക് പോസിറ്റീവായ ഒരു നടപടികളും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും ഒരു ഈഴവ മെമ്മോറിയൽ, രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെടേണ്ടി വന്നു. പക്ഷെ അത് അവർ എന്ത് ചെയ്തു, തിരുവിതാംകൂർ രാജാവിന് സമർപ്പിക്കാതെ ആർക്ക് സമർപ്പിച്ചു, കഴ്സൺ പ്രഭുവിന് 1900 സമർപ്പിച്ചു. അപ്പോൾ ഇതിനും നേതൃത്വം കൊടുത്തത് ഡോക്ടർ പൽപ്പു തന്നെയാണ്. കാരണം നമ്മുടെ ഇദ്ദേഹത്തിന് സമർപ്പിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു എന്ന് പറഞ്ഞത്. പക്ഷേ കഴ്സൺ പ്രഭു എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, നാട്ടുരാജ്യങ്ങളിലെ ഭരണപരമായ ചെറിയ കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കില്ല എന്ന നിലപാടാണ് കഴ്സൺ പ്രഭു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ രണ്ട് മെമ്മോറിയലും എന്ത് ചെയ്തു, പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണെന്ന് പറഞ്ഞു. കേരളത്തിൽ ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ മെഡിക്കൽ ബിരുദധാരിയാണ് ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത്. SNDP യോഗത്തിൽ ആദ്യത്തെ വൈസ് പ്രസിഡൻ്റാണ്. സ്വാമി വിവേകാനന്ദൻ്റെ നിർദ്ദേശമനുസരിച്ച് ശ്രീനാരായണ ഗുരുവിനൊപ്പം പ്രവർത്തനം ആരംഭിച്ചതാണ് ഡോക്ടർ പൽപ്പു. കുമാരൻ ആശാനെ ഡോക്ടർ പൽപ്പുവിൻ്റെ മാനസപുത്രൻ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഡോക്ടർ പൽപ്പുവിൻ്റെ മകനാണ് സാമൂഹിക പരിഷ്കർത്താവായ നടരാജ ഗുരു എന്ന് പറയുന്നത്. വെങ്ങാനൂറിൽ അധികൃതർക്ക് വേണ്ടിയിട്ട് കുടിപ്പള്ളിക്കൂടം ആരംഭിച്ചത് ആരാണ്, അയ്യങ്കാളിയാണ്. 1904 അദ്ദേഹം വെങ്ങാനൂരിൽ അധികൃതർക്ക് വേണ്ടിയിട്ടുള്ള കുടിപ്പള്ളിക്കൂടം ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ പള്ളിക്കൂടമായിരുന്നു ഇത്. അധികൃതർക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ പള്ളിക്കൂടമായിരുന്നു വെങ്ങാനൂരിലെ പള്ളിക്കൂടം എന്ന് പറയുന്നത്. സവർണർ ഈ പള്ളിക്കൂടം തീവെച്ച് നശിപ്പിച്ചതിനെ തുടർന്ന് അയ്യങ്കാളിയും കൂട്ടരും അതേ സ്ഥാനത്ത് മറ്റൊരു പുര കെട്ടുകയും ഉണ്ടായിട്ടുണ്ടായിരുന്നു.
അപ്പോൾ സാധുജന പരിപാലന സംഘം രൂപവൽക്കരിച്ചത് ആരായിരുന്നു? അയ്യങ്കാളിയായിരുന്നു അതിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അത് രൂപവൽക്കരിച്ചത് 1907 രൂപവൽക്കരിച്ചത്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം തിരുവനന്തപുരത്ത് വെങ്ങാനൂരിൽ സംഘടിപ്പിച്ചതും അയ്യങ്കാളി തന്നെയാണ്. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് എന്തായിരുന്നു? അധികൃതർക്ക് സ്കൂൾ പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്നിട്ടായിരുന്നു ഈ സമരങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പള്ളിക്കൂടങ്ങളിൽ പ്രവേശിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ പാടത്ത് ഇറങ്ങി പണി ചെയ്യുകയില്ല എന്ന് അയ്യങ്കാളി പ്രഖ്യാപിക്കുകയുണ്ടായി. നമ്മളിതെല്ലാം ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. നമ്മൾ സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ കേരളത്തെക്കുറിച്ച് പറയുകയാണെന്ന് പറഞ്ഞാൽ വംശചരിത്രത്തിൻ്റെയും പ്രാദേശിക ചരിത്രത്തിൻ്റെയും കേരളത്തിൽ നിന്ന് ലഭ്യമായ ഏറ്റവും പഴക്കമേറിയ കൃതി ഏതാണ്? അത് മൂഷക കാവ്യമാണ് ഏറ്റവും പഴയ കൃതി എന്ന് പറയുന്നത്. ഇത് എഴുതിയത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അവസാനം മൂഷക രാജാവായ ശ്രീകണ്ഠൻ്റെ കൊട്ടാരം കവിയായിരുന്നു അതുലൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് മൂഷക വംശകാവ്യം എഴുതിയിട്ടുണ്ടായിരുന്നത്. ഏകഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെപ്പറ്റി പറയുന്ന 14-ാം നൂറ്റാണ്ടിലെ വ്യാകരണ ഗ്രന്ഥം ഏതാണ്? അത് ലീലാതിലകമാണ്. ഏതാണ്? ലീലാതിലകമാണ്. അതുപോലെ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ ആദ്യമായി ഒരുമിച്ച് പങ്കെടുത്ത ആദ്യത്തെ അഖില കേരള പ്രവിശ്യ സമ്മേളനം നടന്നത് 1921 എവിടെയാണ് നടന്നത്? ഒറ്റപ്പാലത്തായിരുന്നു നടന്നത്. ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിലെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1947 തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? കേളപ്പനായിരുന്നു. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപവൽക്കരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച 1.25 കോടി മലയാളികൾ ആരുടെ കൃതിയാണ്? EMS നമ്പൂതിരിപ്പാടിൻ്റെ കൃതിയാണ്. ഇനി തിരുവിതാംകൂറിനെയും കൊച്ചിയെയും യോജിപ്പിച്ച് തിരുകൊച്ചി സംസ്ഥാനം രൂപവൽക്കരിച്ചത് 1949 ജൂലൈ 1 മലബാർ, കൊച്ചി, തിരുവിതാംകൂർ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപവത്കൃതമായത് 1956 നവംബർ 1 വ്യാഴാഴ്ചയായിരുന്നു. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് എന്നീ പ്രദേശങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? തമിഴ്നാടിന് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗങ്ങളായ കാസർഗോഡും ഹോസ്ദുർഗും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? കേരളത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കേരളത്തിൽ ഗാന്ധിജി എത്ര തവണ സന്ദർശനം നടത്തിയിട്ടുണ്ട്? 5 തവണ സന്ദർശനം നടത്തിയിട്ടുണ്ട്. 1920, അതുപോലെ 1925, 27, 34, 37 വർഷങ്ങളിലാണ് ഗാന്ധിജി കേരള സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ട് അദ്ദേഹം കേരളത്തിൽ വന്നത് ഖിലാഫത്ത് സമരത്തിന് പിന്തുണ നേടാൻ വേണ്ടിയിട്ടായിരുന്നു. തുർക്കി സുൽത്താനെതിരെ ബ്രിട്ടീഷുകാർ നടത്തിയ വാഗ്ദാന ലംഘനത്തിൻ്റെ പ്രതിഷേധിച്ച് ഇന്ത്യയിൽ നടന്ന സമരമാണ് ഖിലാഫത്ത് സമരം എന്ന് പറഞ്ഞത്. ഇനി ഗാന്ധിജി കേരളത്തിലെ 2ാമത്തെ സന്ദർശനം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. 1925 മാർച്ച് 8 മുതൽ 19 വരെയായിരുന്നു അദ്ദേഹം കേരളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. 2ാമത്തെ സന്ദർശനത്തിൽ ഗാന്ധിജി കൂടിക്കാഴ്ച നടത്തിയ തിരുവിതാംകൂർ റീജൻ്റാണ് സേതുലക്ഷ്മി ബായ് തമ്പുരാട്ടി. ആരായിരുന്നു? സേതുലക്ഷ്മി ബായ് തമ്പുരാട്ടി. 2ാം കേരള സന്ദർശനത്തിലാണ്. 2ാം കേരള സന്ദർശനത്തിൽ തന്നെയാണ് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവുമായി കൂടിക്കാഴ്ച നടത്തിയത്. അത് ഡേറ്റ് ഓർത്ത് വയ്ക്കുക, 1925 തന്നെയാണ്. 1925 മാർച്ച് 12 ശിവഗിരി മഠത്തിൽ വെച്ചിട്ടാണ് ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും കണ്ടുമുട്ടിയത്. അതിൻ്റെ ദ്വിഭാഷിയായിരുന്നത് അഡ്വക്കേറ്റ് എൻ കുമാരനായിരുന്നു. ആരായിരുന്നു? അഡ്വക്കേറ്റ് എൻ കുമാരനായിരുന്നു. ഈ 2ാം സന്ദർശനത്തിൽ തന്നെയാണ് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും ബന്ധിപ്പിക്കുന്ന ഹിന്ദി രാഷ്ട്രഭാഷയായി സ്വീകരിച്ചാലുണ്ടാകുന്ന ഗുണങ്ങളെ പറ്റിയിട്ടും ഗാന്ധിജി പരാമർശിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 2ാം സന്ദർശനത്തിൽ തന്നെയാണ്. 3ാം കേരള സന്ദർശനത്തിലാണ് ഇന്ത്യയിലെ ദരിദ്രർക്ക് വേണ്ടി ഉള്ളതാണെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടത്. 3ാം കേരള സന്ദർശനത്തെയാണ് 1927 ഒക്ടോബർ 15 സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ മറ്റൊരു പ്രദേശവും കേരളത്തോട് കിടപിടിക്കുകയില്ല, എന്നാൽ ഇവിടെ അയിത്തം ഏറ്റവും നിഷ്കൃഷ്ടമായ രീതിയിൽ കാണപ്പെടുന്നു എന്ന് പറഞ്ഞത് ഗാന്ധിജി തന്നെയാണ്. ആരെ പറ്റിയിട്ടാണ്? നമ്മുടെ കേരളത്തെ പറ്റിയിട്ട് തന്നെയാണ് പറഞ്ഞത്. 1927 ഒക്ടോബർ 15 പാലക്കാട് നടന്ന പൊതുയോഗത്തിലായിരുന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
ഇനി ഗാന്ധിജിയുടെ 4ാമത്തെ സന്ദർശനത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഹരിജന ഫണ്ട് പിരിക്കലായിരുന്നു. എന്തായിരുന്നു? ഹരിജന ഫണ്ട് പിരിക്കലായിരുന്നു. ഇനി ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ തിരുവിതാംകൂർ മഹാരാജാവിനെയും അദ്ദേഹത്തിൻ്റെ അമ്മയെയും പ്രാപ്തനായ അദ്ദേഹത്തിൻ്റെ ദിവാനെയും അഭിനന്ദിക്കുന്നതിനാണ് ഈ യാത്ര എന്ന് ഗാന്ധിജി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ 5ാം കേരള സന്ദർശനത്തെയാണ്. 1937 ജനുവരി 12 മുതൽ 21 വരെയായിരുന്നു അദ്ദേഹം 5ാമതായി അല്ലെങ്കിൽ അവസാനമായി കേരളം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 5ാം സന്ദർശനത്തിലാണ് സർ CP രാമസ്വാമി അയ്യർ ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നത്. 5ാം കേരള സന്ദർശനത്തിലായിരുന്നു. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ ചെറിയ ക്ലാസ്സാണ് എന്ന് എനിക്കറിയാം. പക്ഷേ എക്സാം അടുത്തതുകൊണ്ട് വാരി വലിച്ച് നീട്ടി പറയാനും ഇല്ല. എന്നാൽ അത്യാവശ്യം കാര്യങ്ങൾ പറയണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ക്ലാസ്സുമായി വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.